ഐതിഹ്യപ്പെരുമയിൽ ഗുരുവായൂർ ആനയോട്ടം 10 നാൾ ഗുരുവായൂർ ഉത്സവലഹരിയിൽ ആനയോട്ടത്തിൽ കൊമ്പൻ ബാലു ജേതാവായി. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സ്വന്തമായി ആനയില്ലാതിരുന്ന കാലം. ഒരിക്കൽ ഉത്സവത്തിന് ആനയെ വിട്ടുകിട്ടാതിരുന്നപ്പോൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ആനകൾ ഓടി ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി എന്നതാണ് ഐതിഹ്യം. ഈ സ്മരണയിലാണ് ആനയോട്ടം സംഘടിപ്പിക്കാറുള്ളത്. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനക്കുറി അണിയിച്ച് മഞ്ജുലാലിന് സമീപം അണിനിരത്തി. ക്ഷേത്ര നാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യ അവകാശികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓട്ടം ആരംഭിച്ചു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച കൊമ്പൻ പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യ അവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി വിജയിയെ സ്വീകരിച്ചു. മറ്റു കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്ന് നടന്നെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി മടങ്ങി. വിജയിയായ ആന ഉത്സവം കൊടിയിറങ്ങുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്. ഇത്തവണ ഉത്സവത്തിന് അമ്പലത്തിനകത്ത് നടക്കുന്ന ചടങ്ങുകളും അതുപോലെ പുറത്ത് ഒരുക്കിയിട്ടുള്ള കലാവിരുന്നുകളുമൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുക എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ ആനച്ചമയങ്ങളും അതുപോലെ കൃഷ്ണനാട്ടത്തിൻ്റെ ചമയങ്ങളുമൊക്കെ ഒരുക്കിക്കൊണ്ട് ഒരു ചമയ പ്രദർശനവും അത് ഇത്തവണ ആദ്യമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. അതും ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ ഒരു സവിശേഷതയാണ്. എല്ലാം വളരെ മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം ആയി. നാളെ രാവിലെ ഭക്ഷണം കൊടുക്കാനുള്ള കലവറ റെഡിയായിട്ടുണ്ട്. എത്ര ആൾക്ക് വേണം ഭക്ഷണം കൊടുക്കാനുള്ള അഗ്രശാലയും അതേപോലെ തന്നെ പ്രസാദോട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ഇനിയുള്ള 10 നാൾ ഗുരുവായൂരിനെ ഉത്സവകാലം. രാവും പകലും ഗുരുഭവനപുരി ഉണർന്നിരിക്കുന്ന കാലം. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.